ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. കുറേ കാലമായില്ലേ ലോങ് വീഡിയോ ചെയ്തിട്ട്. ഇഷിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ലാസ്റ്റ് ചെയ്ത ലോങ് വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ ഇടാനുള്ള പരിപാടിയാണ്. തണുപ്പായതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വെള്ളം തിളപ്പിച്ച് വയ്ക്കും കേട്ടോ. അതിൽ നിന്ന് അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. തിളച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ബോയിലായി കേട്ടോ. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ തേയിലയിട്ട് ഇതുപോലെ നന്നായിട്ട് തിളപ്പിക്കും. എന്നിട്ട് അരക്കപ്പ് വെള്ളത്തിന് അരക്കപ്പ് പാല് എന്ന അളവിൽ ഒഴിച്ചിട്ട് ചായ ഇടാണ് കേട്ടോ. ചായ നന്നായിട്ട് തിളച്ചപ്പോഴത്തേക്ക് ഞാനൊരു അരിപ്പയിൽ ഇങ്ങനെ അരിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ അടിച്ച് പതപ്പിച്ചാണ് ഞാൻ ചായ എടുക്കുക കേട്ടോ. ഇങ്ങനെ പതഞ്ഞ ചായ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ചായ എടുത്തുകൊണ്ട് ഹോളിൽ വന്നിട്ട് TV ഇട്ട് കാണാമെന്ന് പറഞ്ഞിരുന്ന് സമാധാനമായിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. TV ഇട്ടപ്പോഴത്തേക്ക് ന്യൂസ് ചാനലായിട്ടത്, ന്യൂസിൽ ഫുള്ള് ദുരന്തമാണ്. പിന്നെ വിചാരിച്ച് കാണണ്ടായിരുന്നൊന്നും. അത് കഴിഞ്ഞിട്ട് ഇവിടെ റേഷൻ കിട്ടിയിട്ട് കുറേ ദിവസമായിട്ടോ. അത് എടുത്ത് വെക്കാതെ ഇങ്ങനെ മൂലയിൽ തന്നെ വെച്ചേക്കായിരുന്നു. ഇന്ന് കരുതി എടുത്ത് വെക്കാമെന്ന്. ഇത് വന്നിട്ട് 5 കിലോയുടെ ഗോതമ്പ് പൊടിയാണ്. അത് ഞാൻ തട്ടി ഇതുപോലെ ഒരു ടിന്നിലോട്ട് ഇട്ട് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സ്പൂണും മെഷർമെൻറ്റ് കപ്പെല്ലാം അതിൽ തന്നെ വെച്ച് അത് അടച്ച് വെക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര അങ്ങനെ വാങ്ങിക്കാറില്ല. ഈ പഞ്ചസാര തന്നെ നമുക്ക് അധികമാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയും തട്ടി ഒരു ടിന്നിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സൺഫ്ലവർ ഓയിലാണ്. അത് 2 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് തേയില ഇത് 1/2 കിലോ ഉണ്ട് കേട്ടോ. അത് 2 മാസത്തെ അളവാണ്. പിന്നെ റാഗിപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇത് സ്പെഷ്യലായിട്ട് ഈ പ്രാവശ്യം കിട്ടിയതാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം കിട്ടാറില്ല. പിന്നെ അടുത്തത് വന്നിട്ട് ചോക്കോ മാൾട്ടാണ്. നമ്മുടെ ബൂസ്റ്റിന് പകരം ഉപയോഗിക്കുന്ന സാധനം. ഇവിടെ ആരും പാൽ കുടിക്കാത്തതുകൊണ്ട് ഇത് നമുക്ക് അധികം യൂസ് ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പരിപ്പ് കിട്ടും, ദാൽ ഐറ്റം. ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത് ഉഴുന്നാണ് കേട്ടോ. അത് നല്ല ഉപയോഗമുള്ള സാധനമാണ്. അപ്പോൾ അത് ഞാൻ തട്ടിയൊരു ടിന്നിലോട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചരിയും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ആവശ്യത്തിന് ഒരു ടിന്നിലോട്ട് തട്ടിയെടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം കൊണ്ടുവന്ന് വെച്ചു. ഇനി അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറി ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചപ്പോഴത്തേക്ക് പാലുകാരൻ്റെ വിളി. അതിന് പാല് വാങ്ങിക്കാനായിട്ട് പിന്നെ ബ്രെഡ് ഇതിൽ വെച്ചിട്ട് നേരെ താഴെ ഇറങ്ങിപ്പോയി പാല് വാങ്ങിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മുടെ റൊട്ടി മേക്കറിൽ ബ്രെഡ് ടോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല ക്രിസ്പി ബ്രെഡ് ടോസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ ബുൾസയും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. ബുൾസൈ അവിടെ നിന്ന് വേവുന്ന സമയത്ത് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ കുറച്ച് കെച്ചപ്പ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. കെച്ചപ്പ് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ബുൾസൈ റെഡി ആയിട്ടുണ്ട്. ബുൾസൈ ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിലോട്ട് എടുത്ത് വെച്ചിട്ട് സവാളയും കുക്കുംബറും എല്ലാം എടുത്ത് വെച്ച് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത ബ്രെഡും കൂടെ എടുത്ത് വെച്ച് നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ 1/2 കിലോ മട്ടനിലോട്ട് ഞാൻ ആകെ പകുതി സവാളയെ ചേർക്കുന്നുള്ളൂ. നമ്മൾ ഈ മട്ടനിൽ ഒരുപാട് മസാലയും സവാളയൊക്കെ ചേർത്താൽ ആ മട്ടൻ്റെ ടേസ്റ്റേ പോവും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളിയും പച്ചമുളകും എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 കിലോ മട്ടനിലോട്ട് ഒരു 4-5 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടുപ്പിലോട്ട് വെക്കാം കേട്ടോ. അപ്പോഴാണ് തൈര് ഒഴിക്കാത്ത കാര്യം ഓർമ്മിച്ചത്. അങ്ങനെ 1/4 കപ്പ് തൈരും കൂടി ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു 7-8 വിസിലടിച്ചെടുക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഒരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഉരുവുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത്ര മതി കേട്ടോ, കറക്റ്റാണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും കൂടെ ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിയില്ലേ, ഇത് ചെറിയ തക്കാളി ആയിട്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതി കേട്ടോ. അത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല. ടേബിൾ സ്പൂണിൽ പറയുകയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയുടെ പച്ചമണമെല്ലാം മാറി ഈ ഒരു കുഴമ്പ് രൂപത്തിലാകുമ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ വെന്തിട്ടുണ്ടാവും കേട്ടോ. മട്ടൻ ഞാൻ കണ്ടില്ലേ, ചെറിയ തീയിലിട്ടൊരു 3 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ മസാലയും മട്ടനും എല്ലാം യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് കൂടെ ചെറിയ തീ കിടന്ന് അവരുടെ കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ശരിയാവണം. അപ്പോൾ നമ്മൾ അടിപൊളി മട്ടൻ
മട്ടൻ കറി റെഡിയാവും. ഈ സമയത്ത് ഞാൻ പെട്ടെന്ന് റെഡിയായി പുറത്ത് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് അലക്കുലത്ത് പരിപാടികളുണ്ട്, അതെല്ലാം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇഷിക്കുട്ടി ഓൾറെഡി കാറിൽ പോയി ഇരിപ്പായി കേട്ടോ. ഇതാണ് നമ്മുടെ ഇഷിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ചാൽ കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് നമ്മുടെ കാറ് ഫുള്ള് കച്ചറയായി എന്ന് വെച്ചാൽ പൊടിയൊക്കെ കയറി ഒരു പരുവായി. അതങ്ങനെ വാഷ് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ കാറുകളുടെ ഒരു ക്യൂ. ഇതാണ് നമ്മുടെ കാറിൻ്റെ അവസ്ഥ. അപ്പോൾ കുറേ സമയം എടുക്കുമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ വിചാരിച്ചു കഴുകാനിട്ടിട്ട് നമ്മുടെ അടുത്ത പരിപാടിക്ക് പോകാമെന്ന്. അങ്ങനെ ഒരു റിക്ഷ ബുക്ക് ചെയ്ത് പോയതാണ് കേട്ടോ. അങ്ങനെ റിക്ഷയിൽ നമ്മൾ പിരിയം ത്രെഡ് ചെയ്യാനായിട്ട് ഒരു പാർലർ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ത്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ചെയ്യുന്നത്. എനിക്ക് ത്രെഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊരു പ്രത്യേക കോൺഫിഡൻസ് ആണ് കേട്ടോ. അങ്ങനെ പിരിയം ത്രെഡ് ചെയ്തത് എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇഷിക്കുട്ടിയുടെ മുടി വെട്ടിയാലോ എന്നൊരു ആലോചന. കാരണം ഇഷിക്കുട്ടിയുടെ ഹെയർ അത്ര ഒരു ലെവലില്ലാതെ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷിക്കുട്ടി അടിപൊളിയായിട്ട് ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് അവതരിപ്പിക്കുന്നു ഇഷിക്കുട്ടി. അങ്ങനെ മുടിയുടെ ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിക്ഷയിൽ തന്നെ കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ കാർ നല്ല സുന്ദര കുട്ടപ്പനായി കുളിച്ച് മിടുക്കനായിട്ട് കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കാരണം വിശപ്പിൻ്റെ വിളി വന്നു. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഈ ഒരു ബേക്കറിയിലൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 3:30 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇഷിക്കുട്ടിയും കാറിലെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നുടഞ്ഞ് ഞാൻ വീട്ടിൽ വന്നുകൊണ്ട് മട്ടൻ കറി ഒന്ന് ചൂടാക്കി. ഇവിടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തണുപ്പാകുമ്പോൾ പെട്ടെന്ന് സെറ്റാവും. അങ്ങനെ ഞാനും ഇഷിക്കുട്ടിയും കൂടെ ഇരുന്നിട്ട് നല്ല അടിപൊളി മട്ടൻ കറിയും ബസ്മതി റൈസും പപ്പടവും സലാഡൊക്കെ കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് ബേക്കറിയിൽ നിന്ന് എന്താ വാങ്ങിയെന്നല്ലേ, ബേക്കറിയിൽ നിന്ന് ഞാൻ ഈ കാജു കട്ലിയാണ് വാങ്ങിയത് കേട്ടോ. നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ ഒരു ബർഫിയാണ് ഇത്. ഭയങ്കര മധുരമല്ല, എന്നാൽ അത്യാവശ്യം സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ തോന്നുമ്പോൾ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ കാജു കട്ലി കഴിക്കട്ടെ. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ.